അല്പം ഒരു 2-3 ആഴ്ച മുമ്പാണ് സമയം മാറ്റിയത്. തെരഞ്ഞെടുപ്പ് മാറ്റിയത് 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. ദേശീയ ഉത്സവങ്ങളിൽ വെച്ച് അറിയപ്പെടുന്ന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. അതിനായിട്ടാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്, ഇന്ന് നടക്കേണ്ട തെരഞ്ഞെടുപ്പ് 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. ഈ കൽപ്പാത്തി രഥോത്സവമാണ്. ഇത് വലിയൊരു ആചാരമാണ്. കാരണം പാലക്കാടിന്റെ പല ഗ്രാമങ്ങളിൽ നിന്നും, പാലക്കാട് മാത്രമല്ല കേരളത്തിൽ നിന്ന്, ഇന്ത്യ, തമിഴ് ബ്രാഹ്മിൻസ് ഉൾപ്പെടെ ഒരുപാട് പേര് ഒഴുകി എത്തുന്നതാണ് നമുക്ക് കാണാം. എല്ലാ സംസ്ഥാനത്തും ഈ 3 തേരുകൾ ഈ 3 തേരുകൾ, ഇത് 3 ഭഗവാന്മാരെ കുടിയിരുത്തി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ആചാരം തേര്. അപ്പൊ ഇതിന്റെ ചരിത്രം എങ്ങനെയാണെന്നുള്ളത് അറിയണമെങ്കിൽ കൽപ്പാത്തിയിലുള്ള നമസ്കാരം. എന്താണ് ഈ തേരിന്റെ ഒരു ഐതിഹ്യം? കാശി കൽപ്പാത്തി എന്നുള്ള പേരുകൾ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ 3 തേരും എല്ലാവരുടെയും ഓടിക്കൊണ്ട് മൂന്നാമത്തെ വൈകിട്ട് 5 മണിക്കാണ് രഥസംഘം. എല്ലാ കൃഷ്ണകോവിൽ തേരും, ഗണപതി കോവിൽ തേരും, ശിവന്റെ തേരും എല്ലാം കൂടെ രഥസംഗമത്തിനായി സംഘം. അതെ, വൈകിട്ട് 4 മണിക്കാണ് രഥോപകരണം എല്ലാ ക്ഷേത്രത്തിലും. ഇങ്ങനെയാണ് ഇതിന്റെ ഉച്ചയ്ക്ക് ശേഷമാണ് ചടങ്ങ്. ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ തന്നെ 10-11 മണിക്കാണ് രഥോപകരണം. രഥം വലിക്കൽ. രഥം വലിച്ച് ഒരു 4 മണിയാകുമ്പോഴേ എല്ലാ റണ്ണിങ് തിരിച്ചു. ആന മാത്രമല്ല, JCB ഉണ്ട്. രണ്ടും കൂടെയാണ്. ആന ചടങ്ങിന് മാത്രമേ ഉള്ളൂ. ഇതാണോ കൽപ്പാത്തിയിലെ ഏറ്റവും വിശേഷപ്പെട്ട? അതെ, വിശേഷപ്പെട്ട. ഏത് നാളിലാണ്? നാളിലല്ല, നവംബർ മാസമാണ് അതിന്റെ ഡേറ്റ് വരിക. മഹാകുംഭാഭിഷേകമുണ്ട് നമ്മുടെ ക്ഷേത്രത്തെ. വിശ്വാസം കൽപ്പാത്തിക്കാരല്ലാത്ത അന്യനാട്ടുകാർ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഘട്ടമല്ലേ? തെരഞ്ഞെടുപ്പ് കൂടെ വരുമ്പോ അതിന്റെ കൂടെ ഒരു ഉത്സാഹം തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ചൂടും കൽപ്പാത്തി ഉത്സവം വരുമ്പോ എന്താ പറയാനുള്ളത്? പറയാനുള്ള എല്ലാം കൂടെ അതിലേക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയസ്സായവരും അമ്മമാരും എന്താണ് ഇവിടുത്തെ എല്ലാം കൂടെ എടുക്കേണ്ട എല്ലാരും എങ്ങനെയാണ് ഈ തേരിന്റെ ഒരു ഹൈറ്റും കാര്യങ്ങളും? അതിന്റെ ഹൈറ്റ് പറയുമ്പോ ഈ മരങ്ങൾ കൂടിയിട്ടാണ്. മരങ്ങൾ കൊണ്ടിട്ട് ചപ്പറം പറയും. ചപ്പറം കൊണ്ടിട്ട് കയറും. ചപ്പറം കൊണ്ടിട്ട് അടിച്ച് ആശാരി അവരാണ് അവർ പണിയെടുക്കുക. ചപ്പറം കൊണ്ടിട്ട് കയറ്റും. മുകളിലുള്ളതാണ് താലിക്കുടത്തിൽ ഈ ഭഗവാനെ ആരാധിച്ചിട്ട് തേര് തോപരം. എത്ര ദിവസമാണ്? 3 ദിവസം. അവസാനം ഇവിടെ തന്നെയാണോ കൊണ്ടുപോയിട്ട്? അവസാനം ഇതേ സമയം ലാസ്റ്റ് ദിവസം ചണ്ടാളാഭിഷേകം, വിശ്വനാഥ സ്വാമി ചണ്ടാളാഭിഷേകം കഴിഞ്ഞ് കൊടിയേറ്റം ഇറക്കണം. 4-ാമത്തെ ദിവസം വ്രതം നിന്നുള്ള ചടങ്ങോ അങ്ങനെ? അത് നേരത്തെ അങ്ങനെയില്ല, 1 മാസം മുമ്പേ തുടങ്ങും. ആചാരം 1 മാസം മുമ്പ് തുടങ്ങും. അങ്ങനെയാണ് ചടങ്ങ്. അല്ല, ഒരുപാട് ആൾക്കാർക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഉത്സവമാണ് കൽപ്പാത്തി ഉത്സവം. കാണണമെന്ന് എത്തപ്പെടാനല്ല, ഇത് ഈ വീടിന്റെ അടുത്ത് പോകണം. ഭഗവാൻ വീടിന്റെ അടുത്ത് പോയിട്ട് എല്ലാവരെയും സങ്കല്പം അഗ്രഹാരത്തില് ദൈവങ്ങൾ എത്തുന്നു, അതാണ് സങ്കല്പം. അപ്പൊ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഐതിഹ്യം നമ്മൾ കേട്ടു. ഈ 3 ദൈവങ്ങൾ, ഈശ്വരന്മാരും അഗ്രഹാരങ്ങളിലേക്ക് എത്തി തങ്ങളുടെ ഭക്തരെ കാണുക വണങ്ങുക എന്നുള്ളതാണ് വലിയ ആചാരം. പഴക്കുലയൊക്കെ കെട്ടി വലിയ കുതിര, ഒരു 2-3 നില ഉണ്ടാവുന്ന കുതിരയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. മരത്താൽ തടി കൊണ്ട് തീർത്ത ഇതിന്റെ ഒരു സവിശേഷത തന്നെ കാണാം. ഒരുപാട് അലങ്കാര പണികളും കൊത്തുപണികളും ഒക്കെ കൊണ്ടാണ് ഇതിന്റെ ഒരു രൂപങ്ങൾ തന്നെ. അതിലൊരു കുതിരയുടെ ശില്പവും അതുപോലെ തന്നെ പല രീതിയിലുള്ള ദേവീദേവന്മാരെ കൊത്തിയ ദാരുശില്പം പോലെയുള്ള ശില്പ ഇതാണ് പ്രധാന ദേവന്റെ രഥം എന്ന് പറയുന്നത്. ഇതായിരിക്കും മഹാദേവനാണ് ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച്. മഹാദേവന്റെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി
വിശ്വനാഥനായിട്ടുള്ള കാശി വിശ്വനാഥനായിട്ടുള്ള മഹാദേവൻ ശിവഭഗവാന്റെ അല്ലെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. അപ്പൊ എന്തായാലും കൽപ്പാത്തിയിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുണ്ട് അല്ലെ. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആള് മാത്രമല്ല, വിവിധ ഭാഗത്തു നിന്നുള്ള ആൾ ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 11 മണിയോടെ ഈ ചടങ്ങുകൾക്ക് ആരംഭിക്കുന്നതാണ്. കാഴ്ചകൾ തന്നെ പൈസ നമ്മൾ കയറി വരുമ്പോ തന്നെ നമുക്കൊരു പഴയൊരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഗ്രാമീണ തോന്നുന്ന അതുപോലുള്ള കുഞ്ഞു നമ്മളെ കുഞ്ഞുകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള മിഠായികള്, അതുപോലെ തന്നെ റബ്ബർ വന്ന് കുഞ്ഞു റബ്ബർ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കൽപ്പാത്തി ഒരു പ്രത്യേക ഫ്രഷ്നെസ് നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വൈബ്, ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. വന്നിരിക്കേണ്ട ഒരു ഉത്സവമാണ് കൽപ്പാത്തി ഉത്സവം. മലയാളികൾക്ക് ഏറ്റവും കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആവണം. ഒരു വെറൈറ്റി ഉത്സവം തീർച്ചയായും വന്ന് കാണാം. എന്തായാലും കൽപ്പാത്തിയിലെ മറ്റു കാഴ്ചകളൂടെ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇലക്ഷനും ഉണ്ട്. അതെ, തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് അതിന്റെ ചൂടി നിൽക്കുക. അതിന്റെ വിവരങ്ങൾ വോട്ടിംഗ് പോളിംഗ് പരിപാടികളുണ്ട്. അപ്പൊ ആ വിവരങ്ങളെല്ലാം നമ്മൾ പിന്നാലെ എത്തിച്ചുണ്ട്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് കാഴ്ച அம்மா எங்க இருந்து இருந்தேன்? கோயம்புத்தூர் ஃபர்ஸ்ட் டைம் அம்மா வந்திருக்கேன். ஒரு 2-3 வருஷத்துக்கு முதல்ல வந்து இப்பதான் வந்திருக்கு. பிளாஸ்டிக் இல்ல, இது வெல்வெட்டு துணி. வெல்வெட்டு இதா இது தெரியல எவ்வளோ ஒரு பீஸ் பீஸ் நாங்க விற்கிறது 20. ஆமா, ഇത് ഇവിടുത്തെ ഒരു പ്രധാന കച്ചവടമാണ്. എല്ലാ വർഷവും വരാറുണ്ട്. 2 வருஷமா வரல, 2-3 வருஷமா வரல. கல்பாத்திக்கு ஒரு 3 வருஷத்துக்கு முதல்ல வந்திருக்கேன். அப்ப வேற ஜாமான கொண்டு வந்தேன். എവിടുന്നാ കൊണ്ടുവരുന്നത്? இது கோயம்புத்தூர். ഓക്കെ അമ്മ, അപ്പൊ കച്ചവടം നടക്കട്ടെ. ஆகட்டும்ப்பா, ஆகிறதுக்கு தானே வந்து உட்காந்துருக்குறோம். சரி, എവിടുന്നാ വരുന്നത്? പാലക്കാട് തന്നെ. പാലക്കാട്. എല്ലാ വർഷവും വരാറുണ്ടോ? ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കണോണ്ട് അങ്ങനെ വന്നു. ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല ഇപ്പൊ 3ാമത്തെ 3rd ഇയർ ആണ്. ഉത്സവമാണല്ലോ. വളരെ ഉത്സവമാണ്. കൽപ്പാത്തി തേര് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും അറിയുന്ന ഒരു ഉത്സവമാണ്. അപ്പോ ഞങ്ങൾ ഗ്രാമവാസികൾ അതിൽ വളരെ ഉത്സാഹമാണ്. ഇടയിൽ ഒരു അശാന്ത പ്രകടിപ്പിച്ചു. എന്താ വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ മനസ്സിനൊരു മൗനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെയുള്ള എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ട് അത് നീട്ടിവെച്ച് വളരെ സന്തോഷം. തെരഞ്ഞെടുപ്പ് ചൂടിനിടയ്ക്കാണ് ഈ ഒരു അതെ, ആദ്യമായിട്ട് വരികയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്ര ദിവസമായിരുന്നു. ഇതൊരു കാരണം കൊണ്ട് നീട്ടി. അതെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ ഈ സമയത്ത് വരുന്നത്. 3 പാർട്ടികൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനം വളരെ നല്ലപോലെ പോകുന്നുണ്ട്. പിന്നെ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. പോളിംഗ് ബൂത്തിനടുത്തെത്തുമ്പോ ഇപ്പൊ ഒന്ന് പറയും, നാളെ ഒന്നായിരിക്കും ചെയ്യുക. അത് കാരണം ഇപ്പോ കാര്യമായിട്ടൊന്നും പറയല്ല. എന്നാൽ രാഹുലിന് മുൻതൂക്കം എന്ന് പ്രവചിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്താണ് ചേട്ടാ കൂടും. അതെ, വലിയ ആഘോഷമാണ്. അതെ, ഞാൻ കൊല്ലം കൂടാണ്. ഇത് ചങ്ങാതി. അതെ, കാശിയിൽ പാതി കൽപ്പാത്തി. എല്ലാ വർഷവും വരും. കടനാണോ? വടക്കഞ്ചേരിയാണ്. രഥോത്സവം കാണാൻ വേണ്ടി എത്തിയാണോ? എങ്ങനെയുണ്ട് രഥോത്സവം? ഫസ്റ്റ് ടൈം ആണ് ആദ്യമായിട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ട്? 3 ദിവസമാണ് വരും. 3 ദിവസം ഇവിടെ ഉണ്ടാവും. 3 ദിവസം ഉണ്ടായിരുന്നു. അന്ന് ചിലപ്പോ വൈകിട്ട് ഞാൻ പോകും. ലാസ്റ്റ് ദിവസം വരുള്ളൂ കാണാൻ. അപ്പൊ എന്താണ് ഈ ഒരു രഥോത്സവം കാണാനും വേണ്ടിട്ട്? ഞാൻ കണ്ടിട്ടില്ല, പറയുന്ന കേട്ടപ്പോ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് വന്നാണ്. വന്നപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. ഇഷ്ടപ്പെട്ടു. പാലക്കാടൊക്കെ ഇഷ്ടപ്പെട്ടു. പാലക്കാട് എപ്പോഴും വരുന്നതാണല്ലോ, ആദ്യമായിട്ടല്ലല്ലോ.
അപ്പൊ അവസാന ദിവസം തന്നെ ഉണ്ടോ? അപ്പൊ ഇന്ന് തിരിച്ചു പോയിട്ട് അവസാന ദിവസം വരും വരും വരും. ഓക്കെ, കാണാം. ശരി. പേരെന്താ? പേര് അസൈനാര്. അസൈന. എല്ലാ വർഷവും വരാറുണ്ടോ? ആ വരാറുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്. കോയമ്പത്തൂരിൽ ആ. എല്ലാ വർഷവും അല്ല. എങ്ങനെയുണ്ട് ഉത്സവം? സൂപ്പർ. തെരഞ്ഞെടുപ്പൊക്കെയാണ്. ആ അതെ, അതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഇന്നേക്ക് കാണാനല്ല കൂട്ടം. സൂപ്പർ. പോത്തുള്ളൂ. ആ. കോയമ്പത്തൂരിൽ വരികയാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരിക. വർഷം വർഷം വരും. തന്നെ അത് തന്നെ. ഞങ്ങള് കരിപ്പാത്ത് തന്നെ അതെ. ആ, ശരി. അടിപൊളി. ആ